മൂകാംബികാദേവിയുടെ കാവൽക്കാരിയായ ഒരു വനദേവത. വളരെയധികം നിഗൂഢതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരു കാനനക്ഷേത്രം. കൊല്ലൂരെത്തുന്നതിന് ഒരു 3 കിലോമീറ്റർ മുൻപായി ക്ഷേത്രത്തിൻ്റെ സ്വാഗതഗോപുരം കാണാം. ദേവിയുടെ അമ്പാവനം തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ കവാടം കടന്നു കഴിഞ്ഞാൽ ഇടതുവശത്തായി ഒരു കാവ് കാണാം. ഇതാണ് മാസ്തിക്കട്ട. പണ്ടുകാലം മുതൽക്ക് തന്നെ ഭക്തർ കൊല്ലൂർ സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോഴും തിരികെ വരുമ്പോഴും ഇവിടുത്തെ ദേവിയെ തൊഴുത് അനുഗ്രഹം വാങ്ങിയാണ് പോവുക. അതാണ് നിയമവും. ഉഗ്രശക്തികളുള്ള വനദുർഗയായാണ് സങ്കല്പം. പൗരാണികമായ ക്ഷേത്രാവശിഷ്ടങ്ങളും കല്ലിൽ തീർത്ത ചില വിഗ്രഹങ്ങളുമൊക്കെ ഇവിടെ കാണാം. കുട്ടികളില്ലാത്തവർ ഇവിടെ പ്രാർത്ഥിച്ച് തൊട്ടിലും കയറും സമർപ്പിച്ചാൽ കാര്യസാധ്യമുണ്ടാകുമെന്നൊരു വിശ്വാസവുമുണ്ട്. കൊല്ലൂരിലേക്ക് വരുന്ന ഓരോ തീർത്ഥാടകന്റെയും രക്ഷകയാണ് ഈ അമ്മ. വന്യമായ കാടിൻ്റെ ഭയമകറ്റി മൂകാംബികയുടെ സന്നിധിയിലേക്ക് ഭക്തരെ സുരക്ഷിതമായി എത്തിക്കുന്ന കാവൽക്കാരി. ഇവിടെ വണ്ടി നിർത്തി ദേവിയെ തൊഴുത് ആ മരത്തണലിൽ കാടിൻ്റെ ശാന്തത അല്പനേരം ആസ്വദിച്ചു വേണം നമ്മൾ തുടർയാത്ര ചെയ്യുവാൻ. ഇവിടെ വച്ചൊരു സംഭവമുണ്ടായി. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ഓരോ ഭാഗവും ചിത്രീകരിച്ചല്ലേ മതിയാവൂ. തുറന്ന കാവായതിനാൽ അവിടുത്തെ കാഴ്ചകൾ അടുത്തു നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. വേണ്ട മോനെ, അത് ദേവിക്ക് ഇഷ്ടപ്പെടില്ല. എടുത്തത് മുഴുവനും കളഞ്ഞോളൂ, ഇല്ലെങ്കിൽ ദേവി നിങ്ങളുടെ പുറകെ കൂടും. വീട്ടിലെത്തിയാലും പിന്നീട് സമാധാനം ഉണ്ടാവില്ല, തിരിച്ചിവിടെ വന്ന് പരിഹാരം ചെയ്യുന്നതുവരെ. ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദേഹം മുഴുവനും ഭസ്മം മൂശി രുദ്രാക്ഷമാലകളുമൊക്കെ അണിഞ്ഞ് ഒരു സന്യാസിനി. അവരുടെ തീക്ഷ്ണമായ കണ്ണുകളിലേക്ക് നോക്കാൻ തന്നെ ഭയമായിരുന്നു. അവർ ഈ സങ്കേതത്തെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു തന്നു. ഇവിടുത്തെ പൂജാരിണിയൊന്നുമല്ല, അവർ ചെന്നൈയിലാണ് താമസം. ഇടയ്ക്കിടയ്ക്ക് മൂകാംബികയിൽ വരും. പക്ഷേ അത്രയും പെട്ടെന്ന് അവർ എങ്ങനെ അവിടെ എത്തി എന്നത് മനസ്സിലായില്ല. കാരണം വഴിയിൽ നിന്ന് പോരുമ്പോൾ അധികം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും പരീക്ഷണം വയ്യ. ഞാൻ ആ ചിത്രങ്ങൾ മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. പിന്നെ പുറത്തു നിന്നുള്ള കുറച്ച് ദൃശ്യങ്ങൾ മാത്രം പകർത്തിയെടുത്തു. പക്ഷേ ആ സംഭവം എന്തോ അത്ര നിസ്സാരമായി എനിക്ക് തോന്നിയതുമില്ല. ആ കാവും അവിടുത്തെ ദേവിയും എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇനി മൂകാംബിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാവിൽ കൂടി കയറി തൊഴാൻ മറക്കുകയുമരുത്.